മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ 4 കാര്യം. ഒന്നാമത്തേത് ഖുർആൻ ഓതലാണ്. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ഖബർ ശിക്ഷയുണ്ടാവില്ല. രണ്ടാമത്തേത് മുഹാഫലത്തുസ് സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ അവർക്കും നാളെ ഖബറിൽ ശിക്ഷയുണ്ടാവില്ല. അവരുടെ ഖബറിടം വിശാലമാക്കപ്പെടുമെന്നും അവരുടെ ഖബറിടത്തിലേക്ക് പ്രകാശമുണ്ടാകുമെന്നും സ്വർഗീയ കവാടങ്ങൾ അല്ലാഹു തുറന്നു തരുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ കച്ചവടം നഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിലും അവർ വിജയികളാണ്, ആഖിറത്തിലും അവർ വിജയികളാണ്. ഇന്ന് കാണുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്ക്, ഇന്ന് കാണുന്ന കടങ്ങൾക്ക്, ഇന്ന് കാണുന്ന മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്തെന്നറിയോ? ഓതേണ്ടതുപോലെ ഖുർആൻ ഓതാത്തതാണ്, നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കാത്തതാണ്. നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളുകൾ പിന്നെയുമുണ്ടല്ലോ നിസ്കരിച്ചാലുള്ള നേട്ടങ്ങള്. എന്താണ്? വ്യഭിചാരത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും, തിന്മയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു പറഞ്ഞതുപോലെ ആ ഒരു മാധുര്യത്തോടെ, ആ ഒരു ടേസ്റ്റോടെ, ആ ഒരു ലഹ്വത്തോടെ, ആ ഒരു രസത്തോടെ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു തആല ആ നിസ്കാരം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സമാധാനം നൽകും. തെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നൂല, വ്യഭിചരിക്കാൻ നിങ്ങൾക്ക് തോന്നൂല, കളിയുടെ അഡിക്റ്റ് ആവൂല, പ്രേമിക്കാൻ തോന്നൂല, പ്രണയിക്കാൻ തോന്നൂല. അതേപോലെ സൈറ്റുകൾ കിട്ടുമ്പോൾ, മൊബൈൽ ഫോണുകൾ കയ്യിൽ കിട്ടുമ്പോ ഇഷ്ടംപോലെ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ടായിട്ട് തോന്നിവാസങ്ങളിലേക്ക് പോവാൻ നിങ്ങൾക്ക് കഴിയൂല. എന്തുകൊണ്ട്? നിസ്കാരം നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.